നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിന്റെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ കുറച്ച് ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരിത് കണ്ടിട്ടില്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചറിന്റെ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ. വളരെ ഉപകാരപ്രദമായ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്കൂളിലെ പ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. സ്കൂളിലെ പ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ഏതാണ്? ലോഗ് ബുക്ക്. ഏത്? ലോഗ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിദ്യാലയത്തിലെ ഒരു ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാവുന്ന കുട്ടികളുടെ പരമാവധി എണ്ണം എത്ര? ശിശുവിദ്യാലയത്തിലെ ഒരു ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാവുന്ന കുട്ടികളുടെ പരമാവധി എണ്ണം 35. എത്രയാണ്? 35. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകർക്കായുള്ള ക്ഷേമ പദ്ധതി. അധ്യാപകർക്കായുള്ള ക്ഷേമ പദ്ധതിയാണ് പ്രൊവിഡന്റ് ഫണ്ട്. ഏതാണ്? പ്രൊവിഡന്റ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ സമഗ്ര വികസനം രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. കുട്ടികളുടെ സമഗ്ര വികസനം രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് സഞ്ചിത രേഖ. ഏതാണ്? സഞ്ചിത രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകരുടെ അക്കാദമിക പ്രവർത്തനം വിലയിരുത്തുന്ന ഹെഡ് മാസ്റ്ററുടെ റെക്കോർഡ്. അധ്യാപകരുടെ അക്കാദമിക പ്രവർത്തനം വിലയിരുത്തുന്ന ഹെഡ് മാസ്റ്ററുടെ റെക്കോർഡാണ് ഫാക്ച്വൽ ഡയറി. ഏതാണ്? ഫാക്ച്വൽ ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമപ്രദേശത്തുള്ള ഒരു ശിശുവിദ്യാലയത്തിനു വേണ്ട ഏറ്റവും കുറഞ്ഞ സ്ഥലവിസ്തൃതി. ഗ്രാമപ്രദേശത്തുള്ള ഒരു വിദ്യാലയത്തിനു വേണ്ട ഏറ്റവും കുറഞ്ഞ സ്ഥലവിസ്തൃതി 30 സെന്റ്. എത്രയാണ്? 30 സെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ECEC നടത്താൻ ചുമതലയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ECEC നടത്താൻ ചുമതലയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് സാംസ്കാരിക വകുപ്പ്. ഏതാണ്? സാംസ്കാരിക വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിദ്യാലയത്തിലെ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേക ഗുണവിശേഷം. ശിശുവിദ്യാലയത്തിലെ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേക ഗുണവിശേഷമാണ് മനഃശാസ്ത്ര പാണ്ഡിത്യം. ഏതാണ്? മനഃശാസ്ത്ര പാണ്ഡിത്യം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന തലത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനു മാർഗദർശനം നൽകുന്ന സ്ഥാപനം. സംസ്ഥാന തലത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് മാർഗദർശനം നൽകുന്ന സ്ഥാപനമാണ് SCRT. ഏതാണ്? SCRT. അടുത്ത ക്വസ്റ്റ്യൻ, ശമ്പള വിവരം കാണിക്കുന്ന റെക്കോർഡ്. അക്വിറ്റൻസ് റോൾ. ശമ്പള വിവരം കാണിക്കുന്ന റെക്കോർഡാണ് അക്വിറ്റൻസ് റോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ വിദ്യാലയം. ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ വിദ്യാലയം മാതാവിന്റെ മടിത്തട്ട്. ഏതാണ്? മാതാവിന്റെ മടിത്തട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കൈവേലകൾ ശിശുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് തെളിയിച്ച വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഡാഷ്. കൈവേലകൾ ശിശുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് തെളിയിച്ച വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഫ്രോബൽ. ആരാണ്? ഫ്രോബൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ECECയിലെ ഉചിതമായ വിദ്യാർത്ഥി അധ്യാപക അനുപാതം. ഒരു ECECയിലെ ഉചിതമായ വിദ്യാർത്ഥി അധ്യാപക അനുപാതം 35:1. എത്രയാണ്? 35:1. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കാൻ ആധാരമായ ആക്ട്. ശിശുവിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കാൻ ആധാരമായ ആക്ടാണ് 1960 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. ഏതാണ്? 1960 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിന്റെ ശാരീരിക വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട 2 ഘടകങ്ങൾ. ശിശുവിന്റെ ശാരീരിക വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട 2 ഘടകങ്ങളാണ് ഏതൊക്കെ? വിശ്രമവും ആഹാരവും. ഏതാണ്? വിശ്രമവും ആഹാരവും. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക സ്ഥിതി മനസ്സിലാക്കാനും ശിശുക്കളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും സഹായിക്കുന്ന പരിപാടി. ഗാർഹിക സ്ഥിതി മനസ്സിലാക്കാനും ശിശുക്കളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും സഹായിക്കുന്ന പരിപാടിയാണ് ഗൃഹ സന്ദർശനം. ഏതാണ്? ഗൃഹ സന്ദർശനം. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർവിഷൻ ഡയറിയിൽ രേഖപ്പെടുത്തുന്ന വിവരം. സൂപ്പർവിഷൻ ഡയറിയിൽ രേഖപ്പെടുത്തുന്ന വിവരമാണ് അധ്യാപന രീതി. ഏതാണ്? അധ്യാപന രീതി. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുക്കളിൽ ഭാഷാ പ്രാവീണ്യം വളർത്തുവാൻ കൂടുതൽ സഹായകം. ശിശുക്കളിൽ ഭാഷാ പ്രാവീണ്യം വളർത്തുവാൻ കൂടുതൽ സഹായകം ശ്രവണവും സംഭാഷണവും. ഏതാണ്? ശ്രവണവും സംഭാഷണവും.
അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമില്ലാത്ത പ്രസ്താവന. അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമില്ലാത്ത പ്രസ്താവനയാണ് ഏറെ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടാകണം. എന്താണ്? ഏറെ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടാകണം. അടുത്ത ക്വസ്റ്റ്യൻ, DPI സ്റ്റാൻഡ്സ് ഫോർ. DPIയുടെ ഫുൾ ഫോം എന്താണ്? ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. DPIയുടെ ഫുൾ ഫോം ആണ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. അടുത്തത് SSA. SSAയുടെ ഫുൾ ഫോം സർവശിക്ഷ അഭിയാൻ. SSAയുടെ ഫുൾ ഫോം എന്താണ്? സർവശിക്ഷ അഭിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, DEOയുടെ ഫുൾ ഫോം. DEOയുടെ ഫുൾ ഫോം ആണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഏതാണ് DEOയുടെ ഫുൾ ഫോം? ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. അടുത്തത് DPEPയുടെ ഫുൾ ഫോം. DPEPയുടെ ഫുൾ ഫോം ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഏതാണ്? ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അടുത്തത് NCTയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. NCTയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കെയറിന്റെ ഫുൾ ഫോം നോക്കിയിരുന്നു. അപ്പോൾ കെയറിന്റെ ഫുൾ ഫോം അപ്പോൾ പറഞ്ഞത് ആ ടെക്സ്റ്റ് കിടന്നത് തെറ്റായിരുന്നു. അപ്പോൾ അത് തിരുത്തിയിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇനി ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. കെയറിന്റെ ഫുൾ ഫോം കോഓപ്പറേറ്റ് ഫോർ അസിസ്റ്റൻസ് എന്നാണ് കേട്ടോ. അമേരിക്കൻ എന്നാണ് അന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കോഓപ്പറേറ്റ് ഫോർ അസിസ്റ്റൻസ് റിലീഫ് എവരിവെയർ എന്നാണ്. എന്താണ് കെയറിന്റെ ഫുൾ ഫോം? കോഓപ്പറേറ്റ് ഫോർ അസിസ്റ്റൻസ് റിലീഫ് എവരിവെയർ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഏതെങ്കിലും കൂട്ടുകാർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് നഷ്ടമാവരുത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം 1948 ആണ് കേട്ടോ. 1948 ഏപ്രിൽ 7 ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. 1948 ഏപ്രിൽ 7. കെയറിന്റെ ഫുൾ ഫോം കോഓപ്പറേറ്റ് ഫോർ അസിസ്റ്റൻസ് റിലീഫ് എവരിവെയർ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീ സ്കൂൾ കെട്ടിടത്തിന്റെ ഷേപ്പ്. പ്രീ സ്കൂൾ കെട്ടിടത്തിന്റെ ഷേപ്പ് TLH. ഏതാണ്? TLH. അടുത്ത ക്വസ്റ്റ്യൻ, PTAയുടെ ഫുൾ ഫോം. PTAയുടെ ഫുൾ ഫോം എന്താണ്? പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടണ പ്രദേശത്ത് ശിശുവിദ്യാലയം ആരംഭിക്കാൻ വേണ്ട സ്ഥലം 20 സെന്റ്. പട്ടണ പ്രദേശത്ത് ശിശുവിദ്യാലയം ആരംഭിക്കാൻ വേണ്ട സ്ഥലമാണ് 20 സെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി, മത, ലിംഗം, ജനന സ്ഥലം എന്നീ കാരണങ്ങളാൽ ഒരു കുട്ടിക്കും വിദ്യാലയത്തിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നത് ഏത് വിദ്യാഭ്യാസ മൂല്യത്തിന് അനുസരിച്ചാണ്? ക്വസ്റ്റ്യൻ എന്താണ്? മതം, ജാതി, ലിംഗം, ജനന സ്ഥലം എന്നീ കാരണങ്ങളാൽ ഒരു കുട്ടിക്കും വിദ്യാലയത്തിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നത് ഏത് വിദ്യാഭ്യാസ മൂല്യത്തിന് അനുസരിച്ചാണെന്ന്? ഏതാണ്? അവസര സമത്വം. ഏതാണ്? അവസര സമത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിദ്യാലയങ്ങളുടെ സാമൂഹ്യ പ്രസക്തി എന്തൊക്കെയാണ്? ശിശുവിദ്യാലയങ്ങളുടെ സാമൂഹ്യ പ്രസക്തി ഏതൊക്കെയാണ്? കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ നൽകുക. എന്താണ്? കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രായം. പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രായം എത്രയാണ്? 3 മുതൽ 6 വയസ്സ് വരെ. 3 മുതൽ 6 വയസ്സ് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ. കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണ് അഡ്മിഷൻ രജിസ്റ്റർ. ഏതാണ്? അഡ്മിഷൻ രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടി പതിവായി ഹാജരായോ എന്ന് അറിയുന്നതിനുള്ള രജിസ്റ്റർ ഏതാണ്? അറ്റൻഡൻസ് രജിസ്റ്റർ. കുട്ടി പതിവായി ഹാജരായോ എന്ന് അറിയുന്നതിനുള്ള രജിസ്റ്റർ ഏതാണ്? അറ്റൻഡൻസ് രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ വർഷവും ആവശ്യമായ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ള തീയതികൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ. ഓരോ വർഷവും ആവശ്യമായ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ള തീയതികൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണ് ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്റർ. ഏതാണ്? ഇമ്മ്യൂണൈസേഷൻ രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ വക സാധനങ്ങൾ, കളിക്കോപ്പുകൾ, മറ്റു പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ ഇവയുടെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്.
സ്കൂൾ വക സാധനങ്ങൾ, കളിക്കോപ്പുകൾ, മറ്റു പഠന ഉപകരണങ്ങൾ, പുസ്തകങ്ങൾ ഇവയുടെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡാണ് ഏത്? സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ ഫർണിച്ചർ, എക്യുപ്മെന്റ്സ് ആൻഡ് ബുക്സ്. ഏതാണ്? സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ ഫർണിച്ചർ, എക്യുപ്മെന്റ്സ് ആൻഡ് ബുക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫീസ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ. ഓഫീസ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഏതാണ്? സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് ആൻഡ് ഇഷ്യൂ രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് ആൻഡ് ഇഷ്യൂ രജിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പോഷകാഹാര പരിപാടിയുടെ വിവരങ്ങളും കണക്കുകളും എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്. പോഷകാഹാര പരിപാടിയുടെ വിവരങ്ങളും കണക്കുകളും എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡാണ് ഹെൽത്ത് റെക്കോർഡ്. ഏതാണ്? ഹെൽത്ത് റെക്കോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, AEOയുടെ പൂർണ്ണരൂപം. AEOയുടെ പൂർണ്ണരൂപം അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ ടീച്ചറിനെ കുറിച്ചും HM വിലയിരുത്തി ആ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ. ഓരോ ടീച്ചറിനെ കുറിച്ചും HM വിലയിരുത്തി ആ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് ഫാക്ച്വൽ ഡയറി. ഏതാണ്? ഫാക്ച്വൽ ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സഹകരണ മനോഭാവം ഉണ്ടാകുന്ന കളി ഉപകരണം. ഏറ്റവും കൂടുതൽ സഹകരണ മനോഭാവം ഉണ്ടാകുന്ന കളി ഉപകരണമാണ് ഏത്? സീസോ. ഏതാണ്? സീസോ. അടുത്ത ക്വസ്റ്റ്യൻ, PPTTC പരീക്ഷ നടത്തുന്നത് ആര്? PPTTC പരീക്ഷ നടത്തുന്നത് ആരാണ്? കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനർ. കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനർ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസപരമായ നിയന്ത്രണവും നിർദ്ദേശവും നൽകുന്നത്. വിദ്യാഭ്യാസപരമായ നിയന്ത്രണവും നിർദ്ദേശവും നൽകുന്നത് ആരാണ്? DPI. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രീ പ്രൈമറി സ്കൂളിന് ആവശ്യമായ ഉപകരണം. ഒരു പ്രീ പ്രൈമറി സ്കൂളിന് ആവശ്യമായ ഉപകരണമാണ് കളിക്കോപ്പുകൾ. ഏതാണ്? കളിക്കോപ്പുകൾ. നല്ല സ്വഭാവ ഗുണങ്ങളും ശിക്ഷണബോധവും ഉളവാക്കുന്നതിന് പറ്റിയ ഉപാധി. എന്താണ് ക്വസ്റ്റ്യൻ? നല്ല സ്വഭാവ ഗുണങ്ങളും ശിക്ഷണബോധവും ഉളവാക്കുന്നതിന് പറ്റിയ ഉപാധിയാണ് കളി. ഏതാണ്? കളി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യകാലങ്ങളിലെ വിദ്യാഭ്യാസം കളിയിലൂടെ ആകട്ടെ, അപ്പോൾ ഭാവിയിലെ വാസന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആര്? ആദ്യകാലങ്ങളിലെ വിദ്യാഭ്യാസം കളിയിലൂടെ ആകട്ടെ, അപ്പോൾ ഭാവിയിലെ വാസന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ തത്വചിന്തകനാണ് പ്ലേറ്റോ. ആരാണ്? പ്ലേറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥൂലപേശി വികാസത്തിന് സഹായിക്കുന്ന കളി. സ്ഥൂലപേശി വികാസത്തിന് സഹായിക്കുന്ന കളിയാണ് പുറം കളി, അതായത് ഓടുക, ചാടുക. ഏതാണ്? പുറം കളികൾ. ഓടുക, ചാടുക ഒക്കെയാണ് സ്ഥൂലപേശി വികാസത്തിന് സഹായിക്കുന്ന കളികൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നേടുന്നതിനുള്ള ഉപകരണം. വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നേടുന്നതിനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി. ഏത്? പാഠ്യപദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഒരു ഭാഷണ വൈകല്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഡാഷ് ഒരു ഭാഷണ വൈകല്യമാണ്. കൊഞ്ഞ. ഏതാണ്? കൊഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ, ജന്മസിദ്ധമായി ഒരാളിൽ ഉണ്ടാകുന്ന വ്യവഹാരങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ജന്മസിദ്ധമായി ഒരാളിൽ ഉണ്ടാകുന്ന വ്യവഹാരങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. സഹജ വ്യവഹാരം. ഏതാണ്? സഹജ വ്യവഹാരം. അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരിക മാറ്റമാണ് എന്ത്? വളർച്ച. ശാരീരിക മാറ്റമാണ് എന്ത്? വളർച്ച. അടുത്ത ക്വസ്റ്റ്യൻ, ജനന സമയത്ത് ശിശുവിന്റെ ഉയരം ഏകദേശം എത്രയായിരിക്കണം? ജനന സമയത്ത് ശിശുവിന്റെ ഉയരം ഏകദേശം 40 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡാഷ് എന്ന ശാസ്ത്രജ്ഞനാണ്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡാഷ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഗ്രീക്ക് ദാർശനികർ. ആരാണ്? ഗ്രീക്ക് ദാർശനികരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനനത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ജനനത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. പ്രാഗ് ജന്മഘട്ടം. ഏതാണ്? പ്രാഗ് ജന്മഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റുള്ളവരോട് തോന്നുന്ന നീരസമോ അമർഷമോ ആണ് ഡാഷ് എന്ന വികാരം. മറ്റുള്ളവരോട് തോന്നുന്ന നീരസമോ അമർഷമോ ആണ് ഡാഷ് എന്ന വികാരം. ഏതാണ്? ദേഷ്യം. ഏതാണ്? ദേഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീയുടെ ജനനകോശത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്ത്രീയുടെ ജനനകോശത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. അണ്ഡം. ഏതാണ്? അണ്ഡം.
അടുത്ത ക്വസ്റ്റ്യൻ, നീണ്ടു മെലിഞ്ഞ ശരീരപ്രകൃതിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. നീണ്ടു മെലിഞ്ഞ ശരീരപ്രകൃതിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ലംബാകാരം. എന്താണ് വിളിക്കുക? ലംബാകാരം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ലിംഗനിർണയം നടത്തുന്നത് ഡാഷ് ആണ്. കുട്ടികളിൽ ലിംഗനിർണയം നടത്തുന്നത് ക്രോമസോമുകളാണ്. ആരാണ്? ക്രോമസോമുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, പാരമ്പര്യവാദത്തിന്റെ ഉപജ്ഞാതാവിന്റെ പേര്. പാരമ്പര്യവാദത്തിന്റെ ഉപജ്ഞാതാവിന്റെ പേര് ആരാണ്? ഗ്രീഗർ മെന്റൽ. ആരാണ്? ഗ്രീഗർ മെന്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് വർക്കിൽ പ്രധാനപ്പെട്ട ഇനമാണ് ഡാഷ്. ഗ്രൂപ്പ് വർക്കിൽ പ്രധാനപ്പെട്ട ഇനമാണ് പ്രോഗ്രാം പ്ലാനിംഗ്. ഏതാണ്? പ്രോഗ്രാം പ്ലാനിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഏതാണ് അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം? ഡിസംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുക്കളുടെ പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ഡാഷ്. ശിശുക്കളുടെ പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധി ഏതാണ്? നിരീക്ഷണം. ഏതാണ്? നിരീക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, കളിയിൽ കൂടി വിദ്യാഭ്യാസം നടത്തേണ്ടത് ആർക്ക്? കളിയിൽ കൂടി വിദ്യാഭ്യാസം നടത്തേണ്ടത് ആർക്കാണ്? പ്രീ പ്രൈമറി. ആർക്കാണ്? പ്രീ പ്രൈമറി കുട്ടികൾക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ഏത്? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ഏതാണ്? കഥ പറയുക. ഏതാണ്? കഥ പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. എവിടെയാണ്? ജനീവ. അടുത്ത ക്വസ്റ്റ്യൻ, സംഘം ചേർന്നുള്ള കളികളിലൂടെ ഡാഷ് വികാസം ഉണ്ടാകുന്നു. സംഘം ചേർന്നുള്ള കളികളിലൂടെ ഡാഷ് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നത്? എന്ത് വികാസമാണ് അവിടെ നടക്കുന്നത്? സാമൂഹിക വികാസം. ഏതാണ്? സാമൂഹിക വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, നഴ്സറി സ്കൂളുകളിൽ എണ്ണം പഠിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം. നഴ്സറി സ്കൂളുകളിൽ എണ്ണം പഠിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? സംഖ്യാബോധം. എന്താണ്? സംഖ്യാബോധം. അടുത്ത ക്വസ്റ്റ്യൻ, കരളിനെ ബാധിക്കുന്ന ഒരു രോഗം മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന വിര. കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന വിരയാണ് നാടവിര. ഏതാണ്? നാടവിര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.